ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 4 വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ അരിയൊന്നും അരയ്ക്കാതെ പുളിപ്പിക്കാനൊന്നും വെക്കാതെ വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന 4 വെറൈറ്റി ആയിട്ടുള്ള 10 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു ദോശ നമ്മൾ ചെയ്തെടുക്കുന്ന ഗോതമ്പ് മാവ് വെച്ചിട്ടാണ്. നമ്മൾ സാധാരണ ഗോതമ്പ് പൊടിയില്ലേ, അത് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അത് ഏകദേശം ഞാൻ 1 കപ്പോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ എടുക്കുവാണെങ്കിൽ ഏകദേശം 5 പേർക്ക് നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് 1 കപ്പിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പോളം നമ്മൾ മാവ് എത്രയാണോ ചേർക്കുന്നത് അതിൻ്റെ നേർ പകുതിയോളം ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തലേ ദിവസത്തെ ചോറാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളിത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ദോശ ആയതുകൊണ്ട് തലേ ദിവസത്തെ ചോറ് ഇടുകയാണെങ്കിൽ നല്ല പോലെ സോഫ്റ്റായിട്ട് കിട്ടും. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. ഇത് അരച്ചെടുക്കാനായിട്ട് ഏകദേശം 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ഉഴുന്നൊക്കെ ഇട്ട് ദോശയ്ക്ക് അരയ്ക്കുമല്ലോ, അപ്പോൾ എത്രയാണോ കട്ടി വേണ്ടത് ആ ഒരു കട്ടിയിൽ തന്നെ ഇത് അരച്ചെടുക്കാൻ ശ്രമിക്കുക. ഇനി വെള്ളം ചേർത്തതിന് ശേഷം 1 സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മാവൊന്നും അടുക്കി കട്ടയായിട്ടിരിക്കില്ല, പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. ഇനി നമുക്ക് മാവ് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇവിടെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കട്ടി കൂടുതലാണ് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഏകദേശം ഒരു 10 മിനിറ്റോളം അടച്ച് വെക്കാം. അതിനുശേഷം ചുട്ടെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ദോശയ്ക്ക് നല്ലപോലെ ഹോളൊക്കെ വീണിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ദോശ കിട്ടണമെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ ആ ഒരു മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ റെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, അത് ലാസ്റ്റ് മാത്രം ചുടുന്നതിന് അല്പം മുന്നേ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ ദോശയൊക്കെ ചുട്ടെടുക്കില്ലേ, അതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ദോശ ചുട്ടെടുക്കുമ്പോൾ മറിച്ചിട്ട് ചുട്ടെടുക്കണ്ട, കാരണം ഒരു വശം മാത്രം വേവിച്ച് അങ്ങനെ ചുട്ടെടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ മറിച്ചിട്ട് ചുട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ എഴുന്നേൽക്കുക ലേറ്റ് ആവുന്ന സമയത്തൊക്കെ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഗോതമ്പ് മാവ് വെച്ചിട്ട് അധികം പുളിപ്പിക്കാതെ വളരെ ഹെൽത്തി ആയിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. ദോശ എന്ന് തന്നെ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ട് പോവാം. അടിപൊളിയായിട്ടുള്ളൊരു പാലാടയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് സാധാരണ ഇത് അരി അരച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ഈസി ആയിട്ട് മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ട്, അതായത് അരിപ്പൊടി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടാണ് നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് മെയിനായിട്ട് വേണ്ടുന്ന അരിപ്പൊടി തന്നെയാണ്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു മാവ് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒരു 15 മിനിറ്റോളം വേണ്ട ഇതൊന്ന് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1 കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ തണുപ്പില്ലാത്ത മുട്ട ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൽ ഏകദേശം 1/2 മുതൽ 1/4 കപ്പ് വരെ നമുക്ക് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. സാധാരണ തേങ്ങ പാലാണ് ചേർക്കുന്നത്. ഇവിടെ ഡയറക്റ്റായിട്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് തേങ്ങ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഏകദേശം 1/4 കപ്പോളം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കുന്നതിന് മുന്നേ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അരച്ചതിന് ശേഷം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുക. അപ്പം ഈ അരിപ്പൊടിയുടെ അല്ലെങ്കിൽ തേങ്ങയുടെയൊക്കെ ചെറിയൊരു തരിതരിപ്പ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടും. പിന്നെ ഇങ്ങനെ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം കട്ടിയുള്ള ബാറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് അത്രയും കട്ടി വേണ്ട. ഏകദേശം നമ്മൾ സാധാരണ അപ്പത്തിൻ്റെ മാവൊക്കെ എടുക്കില്ല, അതിനേക്കാളും ലൂസായിട്ടാണ് നമുക്ക് ഈ ഒരു പാലാടയുടെ മാവ് വേണ്ടത്. കാരണം ഒരുപാട് കട്ടിയായി പോവുകയാണെങ്കിൽ ആ പാലാട അത്രയും സോഫ്റ്റ് ആവില്ല. അപ്പോൾ അത്യാവശ്യം ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ബാറ്റർ വേണ്ടത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് അധികം വെള്ളവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമ്മുടെ ബാറ്റർ ഇവിടെ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സാധാരണ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം. പിന്നെ പാലാട നമ്മൾ ഒതൻറ്റിക്കായിട്ട് ചുട്ടെടുക്കുന്ന ഈ ഒരു രീതിയിലാണ്. നമുക്കിപ്പോൾ ഒരു ഫ്രൈയിങ് പാന് മീഡിയം ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വളരെ തിന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെക്കുക. കുറച്ച് സെക്കൻഡ് മാത്രം മതി. അത് സൈഡിൽ നിന്നൊക്കെ താനേ തന്നെ വിട്ട് വരും. പിന്നെ നമുക്ക് കൈ കൊണ്ട് തന്നെ നുള്ളി എടുത്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പാലാട ഫോൾഡ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാം. പക്ഷേ ഈ ഒരു രീതിയിലാണ് സാധാരണയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതായത് കഴിക്കാൻ തന്നെ ഇത് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. സാധാരണയായിട്ട് ഫ്രൈഡ് കൂടെ, ചിക്കൻ ഫ്രൈഡ് കൂടെ അല്ലെങ്കിൽ റോസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഹെൽത്തി ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്.
അപ്പോൾ ഗോതമ്പ് മാവൊക്കെ വെച്ചിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അരിയൊന്നും അരച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, രാവിലെ വേറെ ഒന്നും ഉണ്ടാക്കാനില്ല എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് 1 കപ്പ് ഗോതമ്പ് മാവ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് മാവ് സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന അതേ മാവ് തന്നെയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് മതി. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക ഒരു മധുരത്തിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 കപ്പ് തലേ ദിവസം വെച്ച ചോറുണ്ടെങ്കിൽ 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ മിക്സ് ചെയ്യാതെ ഇടരുത്, കാരണം ചോറ് ആ മിക്സിയുടെ താഴ്ഭാഗത്ത് പെട്ടെന്ന് കട്ടയായിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ നല്ലതുപോലെ തന്നെ അരഞ്ഞ് കിട്ടും. അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് 1 കപ്പ് ഗോതമ്പ് മാവിന് 1 കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു പുളിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു 1/2 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈസ്റ്റ് വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ ഹോം മെയ്ഡ് ഈസ്റ്റിൻ്റെ വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കറക്റ്റ് 20 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ മാവ് നല്ലതുപോലെ പുളിച്ച് പൊങ്ങി വരും. അപ്പോൾ ഒരു 20 മിനിറ്റ് മാത്രം വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു അപ്പത്തിന് വേണ്ടുന്ന ചമ്മന്തിയോ എന്തെങ്കിലും നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇപ്പം മാവ് നല്ലതുപോലെ പുളിച്ച് വന്നിട്ടുണ്ട്. 20 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഷോട്ട് കാണിക്കുന്നത്. മാവ് നല്ലതുപോലെ പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു നുള്ളു സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സോഡാപ്പൊടി വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എന്തായാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മാവ് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാരണ അപ്പമൊക്കെ ചുട്ടെടുക്കില്ലേ, അതുപോലെ തന്നെ ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല പാലപ്പത്തിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ ഗോതമ്പ് മാവിൽ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, പിന്നെ ഹെൽത്തിയും ആണ്. അപ്പോൾ നമ്മുടെ ഗീവ് അവേ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ സൈഡിൽ കാണിക്കാം. നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ സെൻഡ് ചെയ്യുക. അപ്പോൾ 3 വിന്നേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. 3 പേർക്കും ഇലക്ട്രിക് ബീറ്ററാണ് നമ്മൾ പ്രൈസായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ അതുമാത്രമല്ല, നമ്മൾ രാവിലെ 10 മണിക്കാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന. നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് 10 മണിക്ക് സെർച്ച് ചെയ്തിട്ട് ആദ്യം വരുന്ന 100 കമൻസിൽ നിന്നാണ് നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനലൊന്ന് നോക്കുക 10 മണിയാകുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള, അതായത് നടുഭാഗം നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ സൈഡെല്ലാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പ് വെച്ചിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള അപ്പം എല്ലാം ചുട്ടെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ള, അധികം ആരും ചെയ്തിട്ടില്ലാത്തൊരു സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് അരിപ്പൊടിയോ അല്ലെങ്കിൽ അരിയോ ഗോതമ്പ് മാവോ റവയോ ഒന്നും വേണ്ട. നിങ്ങൾ ചിന്തിക്കാത്ത ഒരു പഴയ ഒരു വിഭവമാണ്. എനിക്ക് തോന്നുന്നു ഒരു 50 വർഷത്തോളം ഈ ഒരു റെസിപ്പിക്ക് പഴക്കമുണ്ട്. ഇപ്പോൾ അധികം ഇതാരും അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഇതിന് വേണ്ടിയിട്ട് 1.5 കപ്പോളം മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മൈദ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മിക്സിയിലോട്ട് 1.5 കപ്പ് മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1.5 കപ്പ് മൈദയ്ക്ക് ഇവിടെ ചേർക്കുന്നത് 1 കോഴിമുട്ടയാണ്. അപ്പോൾ തണുപ്പില്ലാത്ത മുട്ട ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലോട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ പശുവും പാല് തന്നെയാണ്. അതും കറക്റ്റ് 1.5 കപ്പോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നേർപകുതി ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ ബാക്കി ഈ ഒരു പാലും കൂടെ ചേർത്തെടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അത് ഏകദേശം ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. അപ്പോൾ നന്നായിട്ട് ഇത് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് ഒരു പ്രാവശ്യം മാത്രം അരിച്ചൊഴിക്കാം. കാരണം മുട്ടയെല്ലാം നന്നായിട്ട് മിക്സായി നന്നായിട്ട് ഇതുപോലെ അരച്ച് കിട്ടിയാൽ മാത്രമേ നമ്മൾ ചുടുന്ന ആ ഒരു പലഹാരത്തിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചർ കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ അരിപ്പയിൽ നിന്ന് ചെറിയ കട്ടകളൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കലക്കിയതിന് ശേഷം അതിൻ്റെ കട്ടിയൊന്ന് നോക്കാം. നമുക്ക് ഒരുപാട് കട്ടി ഇതിന് വേണ്ട. അതായത് നമ്മൾ അപ്പത്തിൻ്റെ ബാറ്ററിൽ അതിനേക്കാളും ലൂസായിട്ട് മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം, സാധാരണ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് സാധാരണ എങ്ങനെയാണോ ചുട്ടെടുക്കുന്നത് ആ രീതിയിൽ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചുട്ടെടുക്കുന്നത് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുന്ന ഈ ഒരു ഷേപ്പിലാണ്. അപ്പോൾ അതുപോലെയാണ് ഇങ്ങനെ ചുട്ടെടുക്കുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ചൂടാക്കിയ ചട്ടിയിലോട്ട്, അതായത് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് മാവ് മാത്രം ഒഴിച്ച് നല്ല തിന്നായിട്ട്, വളരെ തിന്നായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു കുറച്ച് മിനിറ്റ്, ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ ഇളകി വരും. അതിനുശേഷം നമ്മൾ കൈ കൊണ്ട് തന്നെ, സ്പാച്ചിൽ ഒന്നും വേണ്ട, കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് 2 പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
വളരെ സിമ്പിളായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയെ നമുക്ക് ചുട്ടെടുക്കാം. തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. Stay at home, stay healthy. Thanks for watching. See you in another video. Assalamu alaikum. Assalamu alaikum. Assalamu alaikum.